ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ടു ടൈപ്സ് ഓഫ് ഇറേഴ്സ് ഇൻ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. അതിൽ ടൈപ്പ് 1 ഇററും ടൈപ്പ് 2 ഇററും. അതേപോലെ തന്നെ അതിൽ നമുക്ക് രണ്ടാമത് ഇതിൽ പറയുന്നത് ടു ടൈൽഡ് ആൻഡ് വൺ ടൈൽഡ് ടെസ്റ്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെറിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിൽ നമുക്കറിയാം, ഇൻ കേസ് ഓഫ് എ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്, it is a prediction, and the hypothesis is a prediction about the population, and it is a tentative statement about the population അല്ല അണ്ടർ സ്റ്റഡിയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ലാസ്റ്റ് ക്ലാസ്സിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പോത്തിസിസ് ബന്ധപ്പെട്ടുള്ള ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി when a statistical hypothesis is tested, there are 4 possibilities. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 4 സാധ്യതകളാണ് അതിലുള്ളത്. അതിൽ ഫസ്റ്റ് കേസ് പറയുന്നത് ദ ഹൈപ്പോത്തിസിസ് ഈസ് ട്രൂ ബട്ട് അവർ ടെസ്റ്റ് റിജക്റ്റ് ഇറ്റ്. ഹൈപ്പോത്തിസിസ് ട്രൂ ആണ്, പക്ഷേ നമ്മുടെ ടെസ്റ്റ് റിസൾട്ട് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക, അത് റിജക്റ്റ് ചെയ്തു. ഓക്കെ, അവർ ടെസ്റ്റ് റിജക്റ്റ് ദി ഹൈപ്പോത്തിസിസ്. രണ്ടാമത്തേത് ഹൈപ്പോത്തിസിസ് ഈസ് ഫാൾസ് ബട്ട് അവർ ടെസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ്. ഹൈപ്പോത്തിസിസ് ഫാൾസ് ആണ്, പക്ഷേ ടെസ്റ്റ് സാമ്പിൾ ടെസ്റ്റ് പ്രകാരം എന്ത് ചെയ്താൽ അവർ ടെസ്റ്റ് ആക്സെപ്റ്റ് ദി ഹൈപ്പോത്തിസിസ്. ദാറ്റ് ഈസ് ടൈപ്പ് 2 ഇറർ. ഫസ്റ്റ് കേസ് ടൈപ്പ് 1 ഇറർ, നമ്മളത് വീണ്ടും താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പോസിബിലിറ്റി, ദ ഹൈപ്പോത്തിസിസ് ഈസ് ട്രൂ ആൻഡ് അവർ ടെസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ് ഈസ് റൈറ്റ്. ഓക്കെ, ഹൈപ്പോത്തിസിസ് ഈസ് ട്രൂ ആൻഡ് അവർ ടെസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ്. ദെൻ ഫോർത്ത് വൺ, ഹൈപ്പോത്തിസിസ് ഈസ് ഫാൾസ് ആൻഡ് അവർ ടെസ്റ്റ് റിജക്റ്റ് ഇറ്റ്. ഓക്കെ, അതും ശരിയാണ്. എന്താണ്, ഹൈപ്പോത്തിസിസ് ഫാൾസ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്തു, ടെസ്റ്റും എന്ത് ചെയ്തിട്ടുണ്ട്, അത് റിജക്റ്റ് ചെയ്തു. അതും ദെൻ ഫേവറബിൾ കേസാണ്. ഇനി ഈ ആദ്യത്തെ രണ്ട് കേസാണ് എന്ത് പറയുന്നത്, ഇറേഴ്സ് ആയിട്ട് പറയുന്നത്. ടൈപ്പ് 1 ഇററും ടൈപ്പ് 2 ഇററും. അതാണ് അത് താഴത്തെ ടേബിളിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്, കുറച്ചും കൂടെ സിമ്പിളായിട്ട്. അപ്പോൾ അതിൽ വാട്ട് ഈസ് ടൈപ്പ് 1 ഇറർ? ഇത് നമ്മൾ 4 പോസിബിലിറ്റീസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 4 പോസിബിലിറ്റീസാണ് പറഞ്ഞത്. ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റാണ്. ഇതെന്താ പറയുന്നത്, ഹൈപ്പോത്തിസിസ് നൾ ഹൈപ്പോത്തിസിസ് H0 ഈസ് ട്രൂ. അവർ ഡിസിഷൻ എന്താണ്, ആക്സെപ്റ്റ് H0. ഓക്കെ, ആക്സെപ്റ്റ് H0 ഫ്രം ദി ഡിസിഷൻ ഫ്രം ദി സാമ്പിൾ. അല്ല, നമ്മൾ പറഞ്ഞല്ലോ പോപ്പുലേഷനിൽ നിന്നും നമ്മളൊരു സാമ്പിൾ സെലക്ട് ചെയ്യും. സാമ്പിളിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ദി സ്റ്റഡി കണ്ടക്റ്റഡ് എമംഗ് ദി സാമ്പിൾ സെലക്റ്റഡ്, ദെൻ അവർ H0 ഈസ് ട്രൂ ആൻഡ് വി ആക്സെപ്റ്റ് ദി നൾ ഹൈപ്പോത്തിസിസ് H0. ഓക്കെ, H0 ആക്സെപ്റ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് കറക്റ്റ്. ഇനി അതേപോലെ തന്നെ H0 ഫാൾസ്, വി റിജക്റ്റ് ഇറ്റ്. H0 ഫാൾസ് ആണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, H0 ഫാൾസ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ സാമ്പിൾ സ്റ്റഡി പ്രകാരം ഡിസിഷൻ പ്രകാരം എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. അതും കറക്റ്റ് ഡിസിഷനാണ്. ഇനി പോസിബിലിറ്റി ഉണ്ട്, 2 പോസിബിലിറ്റി വേറെ ഉണ്ട്. എന്താണ്, വെൻ H0 ഈസ് ട്രൂ വി റിജക്റ്റ് ദി ഹൈപ്പോത്തിസിസ്. ദാറ്റ് ഈസ് എ റോങ് ഡിസിഷൻ. ഇഫ് H0 ഈസ് ട്രൂ, then based on the sample we reject the hypothesis. That is wrong. Okay, that is type 1 error. Therefore type 1 error is committed when we reject the null hypothesis. We reject the null hypothesis when H0 is true. That is type 1 error. Okay, reject null hypothesis when H0 is true is known as the type 1 error. And രണ്ടാമത്തെ കേസ് നോക്കിയാൽ ടൈപ്പ് 2 error, when H0 is false, then when we accept the hypothesis. അല്ലേ, ഫാൾസ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ്, then we accept the, that means H0 is false, then based on our study H0 is false, and when we accept this null hypothesis, that is known as the type 2 error. അപ്പോൾ ഇത് രണ്ടും എറേഴ്സ് ആണ്. ഇത് ടൈപ്പ് 2 എറർ, ഇത് ടൈപ്പ് 1 എറർ. ഓക്കെ, ഇനി അതാണ് താഴെ പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് 1 എറർ ആൻഡ് ടൈപ്പ് 2 എറേഴ്സ്.
Type 1 error is committed when rejecting the null hypothesis when it is true. നമ്മൾ മുകളിൽ പറഞ്ഞു അല്ലേ. And the probability of committing type 1 error is denoted by ആൽഫ. ഓക്കെ, ആൽഫ എന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ടൈപ്പ് 1 എററിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ടൈപ്പ് 2 എറർ നമ്മൾ മുകളിൽ പറഞ്ഞത് തന്നെയാണ്. ടൈപ്പ് 2 എറർ ഇസ് കമ്മിറ്റഡ് വെൻ ആക്സെപ്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ഫാൾ. Accepting the null hypothesis when it is false, that is type 2 error. Type 2 error is denoted by beta എന്നാണ് ഇതിൻ്റെ സിമ്പിളിനെ വായിക്കുക. ടൈപ്പ് 2 എറർ നമ്മൾ ബീറ്റ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി വാട്ട് ഈസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു ടേമാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ദി മാക്സിമം പ്രോബബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് ടൈപ്പ് 1 എറർ ഈസ് നോൺ ആസ് ദി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. നമ്മുടെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പം ഇതിന് നമുക്ക് ചെയ്യാനൊന്നുമില്ല. നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ കൺസിഡർ ചെയ്യും. ദി മാക്സിമം പ്രോബബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് ടൈപ്പ് 1 എറർ ഈസ് നോൺ ആസ് ദി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അതായത് നമ്മുടെ ഡിസിഷനിൽ ടൈപ്പ് 1 എറർ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി അല്ലേ, യൂഷ്വലി ദെൻ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് ഫിക്സഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്. 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലാണ്. അതായത് there may be the chances of 5% chances of committing type 1 error in our study. അതാണ് നമ്മൾ ഏത് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ അത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറയും അല്ലേ. ഇപ്പോൾ നമ്മൾ ടി ടെസ്റ്റ് ആയാലും സെഡ് ടെസ്റ്റ് ആയാലും ഏത് ടെസ്റ്റ് ആയാലും നമ്മളതിൽ എഫ് ടെസ്റ്റ് ആയാലും അതിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ പറയും. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ദെയർ മേ ബി ഇപ്പോൾ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എങ്കിൽ ദെയർ മേ ബി ദ 5% ചാൻസസ് ഓഫ് കമ്മിറ്റിംഗ് ടൈപ്പ് 1 എറർ ഇൻ അവർ ഡിസിഷൻ. നമ്മുടെ ഡിസിഷനിൽ ടൈപ്പ് 1 എറർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി 5% ആണ്. അതിൻ്റെ ബേസിലാണ് നമ്മളിവിടെ ദെൻ ഈ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് 5% എന്ന് പറയുമ്പോൾ 5% എന്ന് പറയുമ്പോൾ 0.05 ആണെന്ന് പറയുക അല്ലേ. 1ൽ 0.05 ആണ് പ്രോബബിലിറ്റി, ടൈപ്പ് 1 എറർ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി. ദ മാക്സിമം പ്രോബബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് ടൈപ്പ് 1 എറർ ഈസ് നോൺ ആസ് ദി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. Generally 5% level of significance is fixed in statistical test. Okay, this implies that we have 95% confidence in accepting a hypothesis, or we could be wrong 5%. Okay, അപ്പോൾ 95% നമ്മൾ കോൺഫിഡൻ്റ് ആണ്, അവർ ഡിസിഷൻ ട്രൂ ആണെന്ന് നമ്മൾ കോൺഫിഡൻ്റ് ആണ്. ദെൻ ദർ മേ ബി ദ ചാൻസസ് ഓഫ് മേക്കിംഗ് റോങ് ഡിസിഷൻ ഓഫ് 5% റോങ് ഡിസിഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് എന്ത് പറയുന്നത്, പ്രോബബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് ടൈപ്പ് 1 എറർ. ഓക്കെ, അതിനാണ് എന്ത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് റിജക്റ്റിംഗ് അല്ലേ, നമ്മൾ റിജക്റ്റിംഗ് ദ നൾ ഹൈപ്പോസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ, ദർ മേ ബി ദ 5% ഓഫ് സച്ച് ചാൻസ്, ദാറ്റ് ഈസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ദ മേ ബി സംടൈംസ് അത് 1% സെറ്റ് ചെയ്യുന്ന കേസ് ഉണ്ടാവാം. യൂഷ്വലി നമ്മൾ എന്താണ് 5% ആണ്, 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നോട്ട്സിൽ പറഞ്ഞതുപോലെ ഏതാണ് 2 tailed ആൻഡ് 1 tailed ടെസ്റ്റ്. ഓക്കെ, ഇനി അതിൽ 2 tailed ടെസ്റ്റ് നമ്മൾ പറഞ്ഞത് 2 tailed ടെസ്റ്റ് നമ്മൾ ഗ്രാഫ് ഉൾപ്പെടെ നമ്മൾ അതിൽ പറഞ്ഞിരുന്നു അല്ലേ. 2 tailed ടെസ്റ്റ് എന്താ പറയുന്നത്, 1 minute. 2 tailed ടെസ്റ്റിൽ ഓക്കെ, എ 2 tailed ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് വിൽ reject the null hypothesis if the sample statistic is significantly higher than or lower than a hypothetical population parameters. Thus, in a 2-tailed test, the rejection region is located in both the tail or both the side. Both tail ഉണ്ടാവും. അതായത് നമുക്കറിയാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിൽ നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ്, if the rejection region that is rejection region is known as the critical region. The rejection region is known as the critical region. Okay, if the rejection region is located on both the side of the tail, both the tails, that is known as the then two-tailed test. ഈ റീജിയൻ നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്രിട്ടിക്കൽ റീജിയൻ അല്ലെങ്കിൽ എന്ത് പറയാം, റിജക്ഷൻ റീജിയൻ. ഓക്കെ, ക്രിട്ടിക്കൽ റീജിയനോ റിജക്ഷൻ റീജിയൻ എന്ന് പറയും. രണ്ട് സൈഡിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ 2-tailed ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഇനി ഇഫ് രണ്ടാമത്തെ കേസ്, ഇൻ കേസ് ഓഫ് 1-tailed ടെസ്റ്റ്, ദ റിജക്ഷൻ റീജിയൻ വിൽ ബി located in only one tail which is either on left or
റൈറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റഡ്. അതായത് നമുക്കറിയാം റിജക്ഷൻ റീജിയൻ രണ്ട് സൈഡിൽ ഏതെങ്കിലും ഐദർ ഓൺ ലെഫ്റ്റ് സൈഡ് ഓർ ഓൺ റൈറ്റ് സൈഡ്. ഓക്കെ, ഇഫ് ദ റിജക്ഷൻ റീജിയൻ ഫാൾസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ്, in another case the rejection region falls on the right side, critical region falls on the right side. This is known as the one tail test. ഇനി ടു ടൈൽ ആകുമ്പോൾ ബോത്ത് സൈഡ് ഉണ്ടാവും. ടു ടൈലിൽ ബോത്ത് സൈഡ് റിജക്ഷൻ റീജിയൻ ഉണ്ടാവണം. എബോ ഓർ ബിലോ എ പർട്ടിക്കുലർ വാല്യൂ എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ടു ടൈൽഡ് അല്ലേ, രണ്ട് കേസിലും രണ്ട് സൈഡിലും വരുന്നുണ്ടെങ്കിലാണെന്ന് പറയുക ടു ടൈൽഡ് ടെസ്റ്റ് എന്നതിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ പറഞ്ഞു സിഗ്നിഫിക്കലി പിന്നെ ടു ടൈൽഡ് ടെസ്റ്റ് നമ്മളിവിടെ പറയുന്നുണ്ട്. പിന്നെ ഇഫ് ദി സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ദാൻ ഓർ ലോവർ ദാൻ ദി ഹൈപ്പോത്തറ്റിസ്ഡ് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ്. അതിൻ്റെ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് മ്യൂ ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏതാണ്, മോർ ദാൻ ഓർ ലെസ് ദാൻ അല്ലെ ലോവർ ദാൻ ഓർ ഹയർ ദാൻ ദി സ്പെസിഫൈഡ് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലേ, ഈ രണ്ട് കേസിലും അല്ലെ ഇത് ദിസ് ഈസ് മോർ ദാൻ ആൻഡ് ദിസ് ഈസ് less than this particular then population parameters. Then the remaining region അല്ലേ, that region is known as accepted region. അല്ല നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അതാണ് ഈ പോപ്പുലേഷൻ ടു ടൈൽ ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ റിജക്ഷൻ റീജിയൻ ഒഴിവാക്കി കഴിഞ്ഞാൽ അല്ലേ, ടു ടൈൽ ടെസ്റ്റ് ആകുമ്പോൾ ദിസ് വൺ ഇസ് ദ റിജക്ഷൻ റീജിയൻ, ദിസ് വൺ ഓൾസോ റിജക്ഷൻ റീജിയൻ ആൻഡ് ദിസ് പാർട്ട് ഇസ് നോൺ ആസ് ദി ആക്സെപ്റ്റൻസ് റീജിയൻ. ഓക്കെ, അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, ടൈപ്പ് 1 എറർ ആൻഡ് ടൈപ്പ് 2 എറർ. ടൈപ്പ് 1 എറർ മീൻസ് റിജക്റ്റിംഗ് null hypothesis when it is true, and type 2 error is accepting a null hypothesis when it is false. Okay, then level of significance is the maximum probability of committing type 1 error is known as the level of significance. Usually it is fixed at 5%. Okay, when two-tailed and one-tailed test. When the rejection region falls on both the tail, it is known as the located in both the side is known as the both the tail is known as the two-tailed. If the rejection region located either on left or right tail, it is known as the one-tail test. Okay.